നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിമ്പിൾ ഇക്വേഷൻസ്. അതിൽ ലാസ്റ്റ് ടീച്ചർ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്ന് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ പുതിയ ചാപ്റ്ററിലോട്ട് കിടക്കാം. ലൈൻസ് ആൻഡ് ആംഗിൾസ്. അവർ ന്യൂ ചാപ്റ്റർ ഈസ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. 5th ചാപ്റ്റർ ആണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ലൈൻസ് എന്താണ്, ആംഗിൾസ് എന്താണ് എന്നൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ലൈൻ അറിയാം, റേ അറിയാം, ലൈൻ സെഗ്മെൻ്റ് അറിയാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞിലേക്ക് പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലൈൻ എന്ന് വെച്ചാൽ എന്താണ്, എവിടെന്നോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്നതാണ് ലൈൻ എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരു സ്ഥലത്തിൽ എൻഡ് ചെയ്യുന്നതാണ് ലൈൻ സെഗ്മെന്റ്. റേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി എവിടെയോ അവസാനിക്കുന്നതാണ് റേ. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ലൈൻ സെഗ്മെന്റ്, റേ. ഓക്കെ, ഇനി രണ്ട് റേസുകൾ ചേരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആളാണ് ആംഗിൾ. രണ്ട് റേസുകൾ കൂട്ടിച്ചേരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലൈൻ സെഗ്മെന്റുകൾ ഉപയോഗിച്ചാണ് റെക്റ്റാങ്കിള്, ഇത് സ്ക്വയർ, സ്ക്വയർ, റെക്റ്റാങ്കിള്, അങ്ങനെയുള്ള ഫോംസുകളെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓരോ ഷേപ്പ് വരച്ചാൽ ഒരു ട്രയാങ്കിള്, അല്ലേ, ട്രയാങ്കിള്, അങ്ങനെ നമുക്ക് എന്താണ് പല ഷേപ്പിലുള്ള സാധനങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം ലൈൻ സെഗ്മെന്റുകൾ യൂസ് ചെയ്താണ്. ഇതിലെല്ലാത്തിലും ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ രണ്ട് വെർട്ടെക്സ്, ആ ഒരു മൂലയാണ് എന്തെന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ആംഗിള്, ഇവിടെ ആംഗിളുണ്ട്. ഓക്കെ, ഇവിടെ ആംഗിളുണ്ട്, ഇവിടെ ആംഗിളുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാം എന്താണ്, ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾസിന് പല പ്രത്യേകതകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഹെഡിങ് നോക്കി പഠിക്കാം. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് ടീച്ചർ വെറുതെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. ആംഗിൾ എന്താണെന്നൊക്കെ ഉള്ളത്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിലേറ്റഡ് ആംഗിൾസ്. ഫസ്റ്റ് ആംഗിളിന്റെ പേര് കോംപ്ലിമെന്ററി ആംഗിൾസ്. മറന്നു പോകരുത്, ഓൺ ബോർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇത് മറന്നു പോകരുത് കേട്ടോ. കോംപ്ലിമെന്ററി ആംഗിൾസ്, കോംപ്ലിമെന്ററി ആംഗിൾസ് മറന്നു പോകരുത്. ഈ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ തന്നിട്ട് അത് ഏത് ടൈപ്പ് ആംഗിൾ ആണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചേക്കുക, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ആംഗിൾസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. ആംഗിൾസ് 90 ഡിഗ്രിയെ കാട്ടി ലെസ് ആയിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അല്ല, രണ്ട് ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ അത് 90 ഡിഗ്രി വരണം. അങ്ങനെയല്ല മക്കളെ, രണ്ട് ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ എന്ത് വരണം, 90 ഡിഗ്രി വരണം. അപ്പം ഇത് ആംഗിൾ 30. ഓക്കെ, ഇത് ആംഗിൾ ആംഗിൾ 60, ഇത് 30. ഓക്കെ, ഈ രണ്ട് ആംഗിളിന്റെ സം നോക്കിയേ, 30 + 60. സം എടുക്കുമ്പോൾ എന്ത് വരണം, 90 ഡിഗ്രി വരണം. സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ്, 2 ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ എത്ര വരണം, 90 ഡിഗ്രി വരുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ? സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് 2 ആംഗിൾ ഈസ് 90. സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് 2 ആംഗിൾ ഈസ് 90.
these angles are called complementary angles എന്ന് പറയുന്നത്. These angles are called complementary angles എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വേറെ ഒന്നുമില്ല, ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എക്സസൈസിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കും. ആ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്ന രണ്ട് ആംഗിളിന്റെ സം എടുക്കുമ്പോൾ എത്ര വരണം? അവിടെ 90 ഡിഗ്രി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾസ് വെച്ചുകൊണ്ട് ട്രൈ ദീസിൽ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. വിച്ച് പെയേഴ്സ് ഫോളോയിങ് ആംഗിൾസ് ആർ കോംപ്ലിമെന്ററി? ഇപ്പൊ 7ഉം 17ഉം 20ഉം തന്നിട്ടുണ്ട്, 75ഉം 25 തന്നിട്ടുണ്ട്, 48 52 തന്നിട്ടുണ്ട്, 35 55 തന്നിട്ടുണ്ട്. അതില് ആരൊക്കെ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരെ ആണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വാട്ട് ഈസ് ദ മെഷേഴ്സ് ഓഫ് കോംപ്ലിമെന്ററി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ്? ഇപ്പോൾ 45 എന്ന് മാത്രം തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത ആംഗിൾ കോംപ്ലിമെന്ററി ആംഗിൾ ആണ്, ഒരെണ്ണം കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. അതിന്റെ അടുത്ത ആംഗിളിന്റെ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് ആംഗിൾ കാണാൻ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 ആണ് വരേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അനദർ ആംഗിൾ കിട്ടും. ഇപ്പോൾ 90യിൽ നിന്നും 45 സബ്ട്രാക്ട് ചെയ്യുക, 5 8 ആണ്. അപ്പോൾ വീണ്ടും എന്ത് തന്നെ കിട്ടും? 45 ഡിഗ്രി തന്നെ കിട്ടും. അപ്പോൾ അനദർ ആംഗിൾ എന്ന് പറയുന്നത് 45. ഒരു ആംഗിൾ 65 എന്ന് തന്നിട്ടുണ്ട്, കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ 90യിൽ നിന്ന് 65 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 15 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ വേണം കണ്ടുപിടിക്കാം. അതിൽ 41 തന്നിട്ടുണ്ട്, 45 തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് നോക്കിയേ, ഇതെല്ലാം നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണേ. അടുത്തത് ദ ഡിഫറൻസ് ഇൻ മെഷേഴ്സ് ഓഫ് 2 കോംപ്ലിമെന്ററി ആംഗിൾ ഈസ് 12. രണ്ട് കോംപ്ലിമെന്ററി ആംഗിളുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് difference in measure of 2 complementary angle is 12. Find the measures of angle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആംഗിളിന്റെ അടുത്ത മെഷർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സം എടുക്കുമ്പോൾ 2 ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. 2 ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നത് കോംപ്ലിമെന്ററി ആംഗിൾ. 2 ആംഗിൾസിന്റെ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നത് കോംപ്ലിമെന്ററി ആംഗിൾ. നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആംഗിൾ. എന്താണ് സപ്ലിമെന്ററി ആംഗിൾ? രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുതേ. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ 90 ഡിഗ്രി കിട്ടുന്ന കോംപ്ലിമെന്ററി ആണെങ്കിൽ സം എടുക്കുമ്പോൾ 180 കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. സം എടുക്കുമ്പോൾ എന്ത് വരണം? 180 വരണം. സം എടുക്കുമ്പോൾ എത്ര വരണം? 180 വരുന്നതാണ് എന്ത് ആംഗിൾ എന്ന് പറയുന്നത്? സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 100 80, ഇതിൻ്റെ കൂടെ സപ്ലിമെന്ററി അല്ലേ? 100 + 80 എന്താണ്? 180 ആംഗിൾ വരുന്നതിനാണ് സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 180 ആംഗിൾ വരുന്നത്. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുമ്പോൾ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരണം. സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുമ്പോൾ സം എടുക്കുമ്പോൾ 180 വരണം. അതും ട്രൈ ദീസിൽ കുറച്ച് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക. ഇപ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണെന്ന് മനസ്സിലായി, സപ്ലിമെന്ററി ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ട, നോട്ട്ബുക്കിൽ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ? സപ്ലിമെന്ററി കോംപ്ലിമെന്ററി മനസ്സിലായല്ലോ. അടുത്തത് അഡ്ജസെന്റ് ആംഗിൾ. അടുത്തത് എന്താണ്? അഡ്ജസെന്റ് ആംഗിൾ. അപ്പോൾ കോംപ്ലിമെന്ററി ആയി, സപ്ലിമെന്ററി ആയി, അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് ആംഗിൾ. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് ഇങ്ങനെ അഡ്ജസെന്റ് ആംഗിൾ. അഡ്ജസെന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിളിന്റെ കൂടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് 2 ആംഗിൾ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജസെന്റ് ആംഗിൾ എന്ന്. ഇത് അഡ്ജസെന്റ് ആംഗിൾ ആണ് അല്ലെ? ഇതെന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് ആംഗിൾ ആണ്. പെയേഴ്സ് ഓഫ് ആംഗിൾസ് ആർ കാൾഡ് അഡ്ജസെന്റ് ആംഗിൾ. കോമൺ ആംസ് ആയിരിക്കണം. ഓൺ എയ്തർ സൈഡ് ഓഫ് കോമൺ ആംസ്. 2 പേർക്ക് കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കും, കോമൺ ആംസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിങ്ങനെ വരയ്ക്കുന്നതാണ് അഡ്ജസെന്റ് ആംഗിൾ. ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇത് അഡ്ജസെന്റ് ആംഗിൾ ആണോ? അല്ല. ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ ആം ഉണ്ടായിരിക്കണം. ഓക്കെ,
ഇത് അഡ്ജസന്റ് ആംഗിൾ ആണോ? ആണ് അല്ലേ? ഇത് അഡ്ജസന്റ് ആംഗിൾ ആണ്. കോമൺ വെർട്ടെക്സ്, കോമൺ ആം, കോമൺ വെർട്ടെക്സ്, കോമൺ ആം. ഇത് അഡ്ജസന്റ് ആംഗിൾ ആണോ? ആണ്. കാര്യം കോമൺ വെർട്ടെക്സ്, കോമൺ ആയിട്ട് ആം ഉണ്ട്. അങ്ങനെയുള്ളതാണ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദേ ഹാവ് കോമൺ വെർട്ടെക്സ്, ദേ ഹാവ് കോമൺ ആംസ്. നോൺ കോമൺ ആംസ് ആർ എയ്തർ സൈഡ് ഓഫ് ദി കോമൺ ആംസ്. കോമൺ ആംസിന്റെ എയ്തർ സൈഡിൽ നോൺ കോമൺ ആംസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്നതാണ് അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈദീസിൽ കുറച്ച് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അഡ്ജസന്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അഡ്ജസന്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം ലൈൻസും റേയും ലൈൻ സെഗ്മെന്റ് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആംഗിൾസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് ആംഗിളിന്റെ പേര് കൊടുക്കുക, കോംപ്ലിമെന്ററി ആംഗിൾ. അതിന് തൊട്ട് താഴെയായിട്ട് കോംപ്ലിമെന്ററി ആംഗിളിന് 2 എക്സാമ്പിളുകളൊക്കെ വരച്ചു വെക്കുക. എന്നിട്ട് താഴെ എഴുതി വെക്കുക പേയേഴ്സ്, സം ഓഫ് ദി പേയേഴ്സ് ഓഫ് ആംഗിൾസ് ആർ 90 ഡിഗ്രി. അങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം ട്രൈദീസിൽ ആ പ്രോബ്ലം ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അടുത്ത സപ്ലിമെന്ററി ആംഗിളിന് ഹെഡിങ് കൊടുക്കുക. രണ്ട് ഫിഗർ വരച്ച് വെച്ചിട്ട് സം എടുക്കുന്ന 180 എന്ന് എഴുതി വെക്കുക. അതിൽ ട്രൈദീസിലെ പ്രോബ്ലംസ് എഴുതി വെക്കുക. അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ്. അഡ്ജസന്റ് ആംഗിൾസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു ഫിഗർ വരയ്ക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് എഴുതണം ദേ ഹാവ് കോമൺ ആംസ്, കോമൺ വെർട്ടെക്സ്, അത്രയും എഴുതി വയ്ക്കുക. കോമൺ ആംസ്, കോമൺ വെർട്ടെക്സ് എഴുതി വയ്ക്കുക. ട്രൈദീസിലെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തനിയെ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ലീനിയർ പെയർ ആണ്. അടുത്തത് എന്താണ്? ലീനിയർ പെയർ. ലീനിയർ പെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതായിരിക്കാം. നമ്മളിപ്പോൾ ലീനിയർ പെയർ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ വരച്ചാൽ സർക്കിളിന്റെ മൊത്തത്തിലുള്ള ആംഗിൾ എത്രയാണ്? മൊത്തത്തിലുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ? 360 ഡിഗ്രിയാണ്. അതിൽ സർക്കിളിൻ്റെ ഇങ്ങനെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഒരു ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ആ 180നെ കട്ട് ചെയ്യുന്ന ആംഗിളാണ് ഇത്. രണ്ട് ആംഗിൾസിന് സം എടുത്ത് 180 കിട്ടുന്ന സ്ട്രെയിറ്റ് ആംഗിളും ആയിരിക്കണം. അതാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. എ ലീനിയർ പെയർ ഈസ് എ പെയർ ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഹൂസ് കോമൺ വെർട്ടെക്സ് സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ് അല്ലെ? കോമൺ വെർട്ടെക്സ് തന്നെ ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. ഇങ്ങനെ വരയ്ക്കുന്നു, ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. ഓക്കെ, ഇതാണ് ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ. സം എടുക്കുമ്പോൾ എത്ര വരണം? ലീനിയർ പെയറിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് കോമൺ വെർട്ടെക്സ് വരച്ചെന്നും പറഞ്ഞത് ലീനിയർ പെയർ ആവണമെന്നില്ല. ഇത് ലീനിയർ പെയർ ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ പെയർ. ബിക്കോസ് എന്താണ്? സ്ട്രെയിറ്റ് ആയിരിക്കണം. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം. ലീനിയർ പെയർ ഓഫ് എ പെയർ ഓഫ് അഡ്ജസന്റ് ആംഗിൾ ഹൂസ് നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അതിലും പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചെക്ക് വെദർ ദ ഫോളോയിങ് ആംഗിൾസ് ഫ്രം ലീനിയർ പെയർ ആണോ എന്ന് നോക്കാൻ. 180 സം കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും മാത്രം എന്ന് പറഞ്ഞുതരാം. കോംപ്ലിമെന്ററി ആംഗിൾ, സപ്ലിമെന്ററി ആംഗിൾ, അഡ്ജസന്റ് ആംഗിൾ, ലീനിയർ പെയർ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. കോംപ്ലിമെന്ററി, സപ്ലിമെന്ററി. കോംപ്ലിമെന്ററി എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ 90 ഡിഗ്രി വരുന്നതാണ് കോംപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ 180 ഡിഗ്രി വരുന്നതാണ് സപ്ലിമെന്ററി. അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത് കോമൺ വെർട്ടെക്സും കോമൺ ആംസും ഉള്ളതാണ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ആംഗിൾ കോമൺ വെർട്ടെക്സ് ആയിരിക്കണം. പിന്നെ അതിൽ പ്രത്യേകത 2 സം 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ ആണോ? ഇനി അടുത്തത് നമുക്കുള്ളത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ട്രൈദീസിൽ എക്സസൈസ് 5.1 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഫൈൻഡ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് ഈച്ച് ആംഗിൾസ്. നമുക്ക് ചില ആംഗിൾ തന്നിട്ട് അതിൻ്റെ കോംപ്ലിമെന്ററി, അടുത്ത കോംപ്ലിമെന്ററി ആംഗിൾ ഏതാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് പോർഷൻസ് മുമ്പോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടെ മനസ്സ് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഇതെല്ലാം ടീച്ചർ ചോദിക്കും. കോംപ്ലിമെന്ററി എന്താണ്, സപ്ലിമെന്ററി എന്താണ്, അഡ്ജസന്റ് ആംഗിൾ എന്താണ്, ലീനിയർ പെയർ എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു അഗെയിൻ.